FC-V3 മഡ് ഗാർഡ് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ്. ഇതൊരു PVC പാത്തി ഞാൻ എടുത്ത് അതിൻ്റെ ഹോട്ട് ഗൺ യൂസ് ചെയ്ത് ഞാൻ ബെൻഡ് ചെയ്ത് ബ്ലൂ കളർ പാത്തിയാണ് ബാക്ക് സൈഡ് കാണുന്നത്. അത് ഞാൻ 2 റിബറ്റ് വെച്ച് അവിടെ ഹോൾട്ട് പിടിപ്പിച്ചേക്കണതാണ്. റിബറ്റ് യൂസ് ചെയ്ത് ആ റിബറ്റ് ജസ്റ്റ് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുത്താൽ അതേപോലെ ബ്ലൂ ഷെയ്ഡ് പാത്തിയാണ് ബാക്ക് സൈഡിൽ കാണാം. അതേപോലെ അവിടെ സ്റ്റിക്കർ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേ സെയിം സ്ക്രൂയിൽ തന്നെയാണ് ഞാൻ പിടിപ്പിച്ചേക്കണം. ബെൻഡ് ചെയ്ത് ഹോട്ട് ഗൺ വെച്ച് തന്നെ ബെൻഡ് ചെയ്ത് ഇതേപോലെ പിടിപ്പിച്ചേക്കുന്നതാണ്. പക്ഷെ അത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് ഷോക്കിന് റെഡിയാക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മഡ് അതേപോലെ തന്നെ ചെയിൻ ഗാർഡുമേയൊക്കെ ഡംപ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡിസ്ക് ബ്രേക്കുമേയും സൈലൻസറുമേയും ഓയിൽ ബോക്സുമേയും ഈ സൈഡിലൊക്കെ നമുക്ക് കാണാം ഇതേപോലെ സ്പ്ലാഷ് ചെയ്തേക്കണം മഡ്. അത് ഈ ഒരു പോർഷനിൽ നിന്നാണ് സ്പ്ലാഷ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത്. ഞാനൊരു സിമെൻറ്റ് ചട്ടിയിൽ വെള്ളം നിറച്ചിട്ട് താഴെ വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഗ്യാപ്പിൽ കൂടിയാണെന്ന്. ഈ കാണുന്നൊരു വൈറ്റ് ഡോട്ട് കണ്ടു ആ ബ്ലാക്ക് അവിടെ നിന്നാണ് സ്പ്ലാഷ് ചെയ്യുന്ന ഒരു ഹമ്പ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ തെറിച്ചിട്ടാണ് പുറത്തേക്ക് സ്പ്ലാഷ് ചെയ്യുന്നത് സൈലൻസറിലേക്കും മറ്റു പോർഷനിലേക്കും. അപ്പോൾ അവിടെ ഒരു നെറ്റ് സ്പോഞ്ച് എന്തെങ്കിലും അബ്സോർബർ വെച്ചിട്ട് ഞാനത് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ കാണിച്ചു തരാം. അതേപോലെ ഇവിടെ മഡ് ഡംപിങ് കുറഞ്ഞുണ്ട്. ഇവിടെ ഇപ്പോൾ മണ്ണ് കുറച്ച് കിടക്കുന്ന ആ ഒരു കാണുന്ന ഹൊറിസോണ്ടൽ ഹോളിൽ കൂടി വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് അവിടെ. അത് ആ ഹോൾ അടച്ചു കഴിഞ്ഞാൽ അതും ഓക്കെ ആയി. അതേപോലെ അബ്സോർബർ ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അബ്സോർബർ വെച്ച് ഒരു ചവിട്ടിയ കണ്ടില്ല, നെറ്റ് ചവിട്ടിയൊക്കെ അതിൽ അവിടെ ഒന്ന് ഗം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്ത് താഴത്തേക്ക് വെള്ളം ഒഴുകി പോകുമെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്ന സീറ്റ് കുഷ്യൻ എൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ അയച്ചു തരാം. അത് വളരെ എഫക്റ്റീവാണ് ബാക്കിന്. ഓക്കെ, താങ്ക് യു.